നമസ്കാരം. അഗ്നിഹോത്രികളുടെ നിയോഗ പ്രവചനങ്ങൾ 2025-2026 ഇന്ത്യയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവചനങ്ങളാണ്. പഹൽഗാം തീവ്രവാദ ആക്രമണവും ഓപ്പറേഷൻ സിന്ദൂരും ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന പ്രവചനം. 2025 വ്യാഴം 3 തവണ രാശി മാറുന്നതായി കാണാം. അതായത് മെയ് 15 വ്യാഴം പുലർച്ചെ 2:30 ഇടവരാശിയിൽ നിന്നും ബുധൻ്റെ ഉടമസ്ഥതയിലുള്ള മിഥുന രാശിയിലേക്ക് സംക്രമിച്ചിരുന്നു. ശേഷം 2025 ഒക്ടോബർ 18 രാത്രി 9:39 വ്യാഴം മിഥുനം വിട്ട് ചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള കർക്കടകത്തിലേക്ക് പ്രവേശിക്കും. തുടർന്ന് ഡിസംബർ 4 രാത്രി 8:39 വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് വക്രഗതിയിൽ സഞ്ചരിക്കുന്നു. വളരെ വലിയ ഗുരുസ്ഥാനത്തുള്ള ഈ വലിയ ഗ്രഹത്തിൻ്റെ സ്വാധീനം എല്ലാ രാശികളിലുമുള്ള നക്ഷത്രജാതരെയും സമസ്ത ജീവജാലങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുണ്ട്. വ്യാഴത്തിൻ്റെ പ്രതിലോമ കാലയളവ് അല്ലെങ്കിൽ വക്രഗതി കാലയളവ് നിരീക്ഷിക്കുകയാണെങ്കിൽ 2025 നവംബർ 11 മുതൽ 2026 മാർച്ച് 11 വരെയാകുന്നു. അതായത് വ്യാഴം കർക്കടകത്തിൽ നിന്നും മിഥുന രാശിയിലേക്ക് മാത്രമേ പിന്നോട്ട് പോകൂ. ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു സങ്കല്പമാണ് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. അതിനാൽ തന്നെ ഈ സമയത്ത് വ്യാഴം ഭൂമിയോട് വളരെ അടുത്തായിരിക്കും. വ്യാഴ സംക്രമണ ഫലമായുണ്ടാകുന്ന അനന്തരഫലങ്ങളും ആഘാതങ്ങളും വളരെ കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടുന്ന സമയമാണിത്. വ്യാഴം എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലുതും വിശാലവുമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം ഏകദേശം അതുകൊണ്ട് തന്നെ 13 മാസം നീണ്ടു നിൽക്കുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവയുടെ മറ്റ് സംക്രമണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നീണ്ട ഒരു സമയമാണ്. അതിനാൽ വ്യാഴം പോലെയുള്ള ഒരു വലിയ ഗ്രഹം ഒരു വർഷത്തേക്ക് ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അത് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും പൊതുവെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഭൂവിഭാഗങ്ങളിലുമുള്ള രാജ്യങ്ങളിലും സമസ്ത ജൈവ അജൈവജാലങ്ങളിലും വളരെ വലിയ സ്വാധീനം ചെലുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് മനുഷ്യജീവിതത്തിൽ ജന്മനക്ഷത്രങ്ങളിലൂടെയുള്ള സ്വാധീനത്തേക്കാൾ തുലോം വളരെ ആഘാതങ്ങൾ നിറഞ്ഞതാവും അത് പ്രകൃതിയിലൂടെ ദൃശ്യമാക്കി തരുന്നത്. ഈ വർഷത്തെ മേടസംക്രമം ഞായറാഴ്ചയും വിഷു തുലാക്കൂറിലെ ചോതി നക്ഷത്രത്തിൽ തിങ്കളാഴ്ചയും കൃഷ്ണപക്ഷം പ്രഥമ തിഥിയിൽ വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കുംഭം രാശ്യോദയ സമയവും വരാഹകരണത്തിൽ മേടവിഷു സംക്രമവും കൂടാതെ ഈ വ്യാഴ സംക്രമണം പരിഗണിക്കുകയാണെങ്കിൽ അഗ്നിഭയം, യുദ്ധം, ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യവും ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശവും യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നാം 2025 ഏപ്രിൽ 3 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വിഷുഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിഷുഫലം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്നത് ഇത്തരുണത്തിൽ നന്നായിരിക്കും. ഈ വർഷത്തെ വ്യാഴ സംക്രമണത്തിൻ്റെ കാലയളവും പ്രത്യേകതകളും അതുപോലെ തന്നെ നാം നേരത്തെ വിഷുഫലത്തിൽ വിവക്ഷിച്ചിട്ടുള്ള പ്രത്യേകതകൾ, മേടവിഷു സംക്രമണത്തിഥി, കരണം, യോഗം, രാശ്യോദയ സമയം, മറ്റു ലക്ഷണങ്ങൾ എന്നിവ പരിഗണിക്കുകയാണെങ്കിൽ വളരെ വലിയ മാറ്റങ്ങൾ തന്നെയാണ് ലോകത്തിന് പ്രദാനം ചെയ്യുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. നാം നേരത്തെ പരാമർശിച്ചിട്ടുള്ള ലക്ഷണങ്ങളും പ്രധാനപ്പെട്ട സമയങ്ങളിലെ ഗ്രഹനിലകളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മറ്റു പ്രകൃതി സൂചകങ്ങളും ഉപയോഗപ്പെടുത്തി ഒരു ജ്യോതിശാസ്ത്ര സംഖ്യാശാസ്ത്ര കാര്യങ്ങളിൽ താൽപ്പര്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് ഗണനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ
വിശകലനം ചെയ്തെടുത്ത ഫലങ്ങളിൽ അധിഷ്ഠിതമായ നിയോഗ പ്രവചനങ്ങളാണ് അഗ്നിഹോത്രികളുടെ എൻ്റെ നിയോഗം എന്ന ചാനലിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ജ്യോതിഷ, ഗ്രഹ, നക്ഷത്ര, കർമ്മ, ഭാവി പ്രവചനങ്ങൾ, ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നിവ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ചാനൽ. ഈ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും വിശ്വാസങ്ങളെയോ മതവികാരങ്ങളെയോ ജീവിത ദർശനങ്ങളെയോ കുടുംബപരമായോ സാമൂഹികപരമായോ രാഷ്ട്രീയപരമായോ ഹനിക്കുവാനോ വ്രണപ്പെടുത്തുവാനോ ഉള്ളതല്ലെന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. 2025 ഏപ്രിൽ 22 നമ്മുടെ ഇന്ത്യൻ യൂണിയൻ്റെ ഭരണത്തിലുള്ള കാശ്മീരിലെ പഹൽഗാമിൽ തീവ്രവാദികൾ നടത്തിയ തികച്ചും മൃഗീയവും പൈശാചികവുമായ ഭീകരാക്രമണത്തിൽ വളരെ സാധാരണക്കാരായ നിരപരാധികളായ മനുഷ്യജീവനുകളാണ് നഷ്ടപ്പെട്ടത്. കൂടുതലും ഹിന്ദുക്കളായ വിനോദസഞ്ചാരികൾ. ഒട്ടും തന്നെ പൊറുക്കുവാനോ ക്ഷമിക്കുവാനോ സാധിക്കാത്ത തരത്തിലുള്ള നിരന്തരമായ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തക്കതായ തിരിച്ചടികളുടെ ഒരു ശ്രേണി തന്നെ നടത്തി ഭാരതമണ്ണിൽ ഭീകരതയുടെ വിഷം തെളിച്ച ഒരുപാട് നിരപരാധികളായ ഭാരതീയരുടെ ജീവൻ നഷ്ടപ്പെടുവാൻ കാരണമായ മത രാജ്യ തീവ്രവാദികളെയും അവരുടെ താവളങ്ങളെയും കൂടാതെ തീവ്രവാദികൾക്ക് പരിശീലനം കൊടുത്തിരുന്ന പരിശീലന കളരികളെയും വൻ ആയുധ കലവറകളെയും നശിപ്പിച്ചു തീവ്രവാദികളെ പരസ്യമായും രഹസ്യമായും പിന്താങ്ങി അവരെക്കൊണ്ട് ഭാരതത്തിൻ്റെ അഖണ്ഡതയും സമാധാനവും സമൃദ്ധിയും തകർക്കുവാനുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ്റെ ഭരണാധികാരികളെയും സൈന്യത്തെയും കൊണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ഭാരത മക്കളുടെ ദയയ്ക്കായി വിലപിച്ച് കാൽക്കൽ വീണ് കിടന്ന് യാചിച്ച് ഇനിയും ഞങ്ങളെ ആക്രമിക്കരുതേ, ഇനിയും ഞങ്ങൾക്ക് ജീവൻ നിലനിർത്തുവാനോ പിടിച്ചു നിൽക്കുവാനോ സാധിക്കില്ലെന്നും ഇനിയും ഞങ്ങൾ യാതൊരു ശല്യത്തിനും വരില്ലെന്നും ആണയിട്ട് വെടിനിർത്തലിലെത്തിച്ച നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി, ഈ ലോകത്തിൻ്റെ തന്നെ നായകനായ ലോകരാജ്യങ്ങളിലെ ഏറ്റവും ധൈര്യശാലിയും വിവേകമതിയും പരിചയസമ്പന്നനും ഒരു ലോകശക്തിയുടെ മുന്നിലും തലകുനിക്കാത്ത താനെടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും അധികം ആരാധകരുള്ള ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതമാതാവിൻ്റെ അഭിമാനം പരിപാലിക്കുന്ന ധീരതയുള്ള കേന്ദ്രമന്ത്രിസഭ എന്ന പ്രതിരോധ നിരയും ഭാരതത്തിലെ ജെയിംസ് ബോണ്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ സ്വന്തം ചുണക്കുട്ടിയായ ശ്രീ അജിത് ഡോവൽ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക അനുഭവ പരിചയവും കർമ്മകുശലതയും നമ്മുടെയും ഈ മഹത്തായ ഭാരത പാരമ്പര്യത്തിൻ്റെ അഭിമാനം സംരക്ഷിച്ച് കാത്തുസൂക്ഷിച്ച നമ്മുടെ കര, നാവിക, വ്യോമ സൈന്യങ്ങളുടെ യഥാസമയത്തുള്ള ശക്തമായ ഇടപെടലുകളിലൂടെയും നാം പരിപൂർണമായി വിജയത്തിലെത്തിയിരിക്കുകയാണ്. എല്ലാ ഭാരതീയരുടെയും ആത്മാഭിമാനത്തിൻ്റെയും നമ്മുടെ ഭരണാധികാരികളുടെ നയതന്ത്രതയുടെയും കാര്യനിർവഹണ ശേഷിയുടെയും തെളിവായുള്ള നമ്മുടെ സൈന്യത്തിൻ്റെ മാരകമായ പ്രഹരശേഷിയും ഭാരതത്തിൻ്റേതായ അത്യന്താധുനിക യുദ്ധോപകരണ സമുച്ചയവും ലോകത്തിനു മുന്നിൽ തെളിയിച്ചു കൊടുക്കുവാൻ സാധിച്ച ഈ വിജയം ലോകചരിത്രത്തിലെ ഒരു സുവർണ അധ്യായം തന്നെയാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ആത്മാഭിമാനത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും ഈ അവസരത്തിൽ ഭാവിയിലെ വളരെ പ്രധാനപ്പെട്ട ചില നിയോഗ പ്രവചനങ്ങൾ നാം നടത്തുകയാണ്. ലക്ഷണങ്ങളുടെയും ലോകത്തിൻ്റെ തന്നെ ഗതിവിഗതികൾ കൂടാതെ നമ്മുടെ അവബോധത്തിൻ്റെയും ജീവിതാനുഭവങ്ങളുടെയും അതിലുപരി ഈശ്വരാനുഗ്രഹത്തിൻ്റെയും സഹായത്തോടെ ചെയ്യുന്ന ഈ പ്രവചനങ്ങൾ ലോകനന്മയ്ക്കായി, ലോകരുടെ അറിവിലേക്കായി സമർപ്പിക്കുന്നു. തീവ്രവാദികളുടെ പഹൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ പ്രതികരണം നിയമപരവും ധാർമ്മികവുമായ കാര്യകാരണങ്ങളിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. രാഷ്ട്ര നേതൃത്വം, ധാർമ്മികത, തന്ത്രപരമായ കൃത്യത എന്നിവയാൽ രൂപപ്പെടുത്തിയ ഒരു തത്വാധിഷ്ഠിതവും
കാലിബ്രേറ്റ് ചെയ്തതുമായ ധാർമ്മിക പ്രതികാര നടപടിയായി മനുഷ്യചരിത്രം ഉള്ള കാലം വരെ അതിനെ ഓർക്കുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ദക്ഷിണേഷ്യയുടെ ഭൂരാഷ്ട്രീയവും തന്ത്രപരവുമായ ഭൂപ്രകൃതിയെ പുനർനിർമ്മിച്ചു എന്ന് പറയാവുന്നതാണ്. ഇത് വെറുമൊരു സൈനിക നീക്കമായിരുന്നില്ല, മറിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തിൻ്റെയും ദൃഢനിശ്ചയത്തിൻ്റെയും ആഗോള നിലയുടെയും ബഹുമുഖമായ പ്രതികരണവും നിലപാടുമായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നിർണായകമായ നേതൃത്വത്തിന് കീഴിൽ ഇന്ത്യ ഒരു പുതിയ മാതൃകയാണ് ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചത്. ആ രാഷ്ട്രസ്നേഹിയുടെ സംയമനത്തോടെയുള്ള ഉറച്ച തീരുമാനം നമ്മുടെ അതിശക്തമായ സൈനിക ശക്തിയുമായി സംയോജിപ്പിക്കുകയും അതിൻ്റെ കൃത്യത അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവുമായി സംയോജിപ്പിക്കുകയും ചെയ്തു. ഭീകര ശൃംഖലകളെയും അവരുടെ സംസ്ഥാന രാജ്യ സ്പോൺസർമാരെയും അഭൂതപൂർവമായ വ്യക്തതയോടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ വ്യക്തമായ ഒരു സന്ദേശം നൽകി. അതിർത്തികളോ നയതന്ത്ര സങ്കീർണതകളോ പരിഗണിക്കാതെ തീവ്രവാദത്തിന് വേഗത്തിലും ആനുപാതികവുമായ മറുപടി ലഭിക്കുമെന്നായിരുന്നു അത്. ഭാരതം എന്ന നമ്മുടെ ബൃഹത്തായ മാതൃരാജ്യം വികസിത രാജ്യങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യത്ഭുതകരമായ വേഗത്തിലും കൃത്യതയിലും അഭിവൃദ്ധിയോടെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതൃരാജ്യമായ ഭാരതം ലോകത്തിലെ 7ാമത്തെ വലിയ രാജ്യമാണ്. ഭാരതത്തിൻ്റെ അക്ഷാംശരേഖാംശങ്ങൾ ഇപ്പോഴത്തെ ഏകദേശ ജനസംഖ്യ, ലോക ഭൂവിസ്തൃതിയുടെ ഉപയുക്ത വിസ്തൃതി, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടം നടന്ന സമയം, അപ്പോഴത്തെ ഗ്രഹ രാശി നക്ഷത്ര നില, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയുടെ ജന്മതീയതി, വർഷം എന്നിവയും പരിഗണിച്ച് ജ്യോതിഷ സംഖ്യ ലക്ഷണ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഗണിക്കുന്ന അഗ്നിഹോത്രികളുടെ നിയോഗ പ്രവചനങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 2025 മെയ് 7 ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് തന്നെ, കൃത്യമായി പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസം പുലർച്ചെ 1 AM മുതൽ 1:30 AM വരെയുള്ള ഗ്രഹനില നോക്കുകയാണെങ്കിൽ ചന്ദ്രൻ സൂര്യരാശിയിലും ഹസ്തനക്ഷത്രത്തിലും, സൂര്യൻ മേടം രാശിയിൽ, സൂര്യനക്ഷത്രം ഭരണിയിലും, സൂര്യപാദം ചിത്രയിലുമായിരുന്നു. ജ്യോതിഷപരമായ പ്രാധാന്യം മകം നക്ഷത്രത്തിലാണ്, അതായത് ചന്ദ്രഭവനം. ധ്രുവയോഗവും പ്രാബല്യത്തിൽ വരുന്നതാണ്. കൂടാതെ ഈ സമയം ശുക്ല നവമി തിഥിയിൽ ഉൾപ്പെടുന്നതായിരുന്നു. ഈ സമയം ജ്യോതിശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ ഇത് ലക്ഷ്യ വ്യക്തതയ്ക്കും വിജയത്തിനും വളരെ അനുകൂലമാണെന്നാണ് കാണിക്കുന്നത്. കൂടാതെ മാഘനക്ഷത്രം രാജകീയത, നേതൃത്വപാടവം, അഭിലാഷം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഭാഗ്യം കൊണ്ടുവരുന്നു, വിജയം കൊണ്ടുവരുന്നു, ശത്രുക്കളുടെ മേൽ പരിപൂർണമായ നാശമുണ്ടാക്കുന്നു. ധ്രുവയോഗത്തിൽ ഭാരതത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ആധ്യാത്മിക അറിവിൻ്റെയും സംയമനത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും മാത്രമല്ല, അത് അച്ചടക്കത്തിൻ്റെയും ഭക്തിയുടെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും പ്രാധാന്യമാണ് നമ്മെ അറിയിക്കുന്നത്. കൂടാതെ ശുക്ല നവമി തിഥി ശുഭകരമായ ഒരു കാലഘട്ടമാണ്. പലപ്പോഴും മതപരമായ ആചാരങ്ങളുമായും മംഗളകരമായ ചടങ്ങുകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി അന്നത്തെ ഗ്രഹനില പ്രകാരം ആദിത്യൻ 3-ലാണ് നിലനിന്നിരുന്നത് എന്ന് കാണാം. ഭാരതത്തിന് ലോകരാജ്യങ്ങളുടെ പിന്തുണ, ലോക നേതാക്കന്മാരുടെ പിന്തുണ എന്നിവയും 6-ലേക്കുള്ള കുജൻ്റെ, അതായത് ചൊവ്വയുടെ നില, സമ്പൂർണ്ണ വിജയവും ശത്രുനാശവും മാത്രമല്ല, ഭാരത നേതൃത്വത്തിൻ്റെ അസാമാന്യ ധൈര്യവും കാര്യനിർവഹണശേഷിയുമാണ് കാണിക്കുന്നത്. 10-ൽ നിലകൊണ്ടിരുന്ന ഗുളികൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ സത്ഫലം നൽകിയിരുന്നു എന്നും പറയാവുന്നതാണ്. വലിയ ഗ്രഹമായ വ്യാഴം 4-ലുണ്ടായിരുന്നത് മൂലം സിദ്ധിച്ചിട്ടുള്ള ദൈവാധീനം, ഈശ്വരകടാക്ഷം എന്നിവയും, കൂടാതെ ലഗ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുംഭം ലഗ്നമായിരുന്നു. കുംഭത്തിൽ വിജയം, അധികാരം, സിംഹാസനം എന്നിവ കാണിക്കുന്നു. ശക്തി, സ്വാധീനം, കൂടാതെ ചെയ്യുന്നതിൻ്റെ ഫലം ലഭിക്കുന്ന ലഗ്നമാണ് കുംഭം. കുംഭം ലഗ്നത്തിൽ
10-ാം ഭാവം ചൊവ്വയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായ മാറ്റത്തെയും സാധാരണമായല്ലാത്ത സമൂഹത്തിൻ്റെ നിയന്ത്രണാത്മകമായ ആദർശങ്ങൾക്കും യാഥാസ്ഥിതിക വിശ്വാസങ്ങൾക്കും അപ്പുറം ചിന്തിക്കുവാനുള്ള കഴിവ് കാണിക്കുന്ന വിശാലമായ എന്നാൽ വളരെ അതുല്യമായ വ്യക്തിത്വം. ഇതു തീർച്ചയായും നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വം തന്നെയാണ്. നമ്മുടെ അഭിമാനമായ ഭാരതമണ്ണിൻ്റെ പുത്രനായ ശ്രീ നരേന്ദ്രമോദിജിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദമാണ്. കുംഭലഗ്നം വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഈ ലഗ്നത്തിൽ ജനിച്ച നിരവധി ശാസ്ത്രജ്ഞരെയും കണ്ടുപിടുത്തക്കാരെയും ഗവേഷകരെയും ലോകത്തിലെ പ്രഗത്ഭരെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. കാരണം അവർ മനുഷ്യരാശിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. പുതിയ കണ്ടെത്തലുകളും സംരംഭങ്ങളും അവരിലൂടെ മനുഷ്യരാശിക്ക് പ്രദാനം ചെയ്യുന്നു. കുംഭം ലഗ്നത്തിൽ 10-ാം ഭാവം വൃശ്ചികം ചൊവ്വ ഭരിക്കുന്നു. അതായത് സാധാരണക്കാർക്ക് ചെയ്യുവാൻ കഴിയാത്ത വളരെ അസാധാരണമായ ഒരു ജോലിയോ ബിസിനസ്സോ കർമ്മമോ അവർ ചെയ്യുന്നതായി കാണുന്നു. അധികാരം അഴിമതിക്ക് കാരണമാകുന്നില്ല ഇവർക്ക്. കുറച്ചുകൂടി വിശദമാക്കിയാൽ ബഹുമാനപ്പെട്ട ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഭാരതത്തിന് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള പ്രത്യാക്രമണങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഈ വിജയം മാത്രമല്ല കാലം കരുതി വച്ചിട്ടുള്ളത്. ലോകചരിത്രത്തിൽ തന്നെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിപ്രഭാവമാണ് അദ്ദേഹം എന്നതിൽ സംശയം വേണ്ടതില്ല. പ്രധാന പ്രവചനം ഇതാണ്: അദ്ദേഹത്തിൻ്റെ അടുത്ത ഭരണകാലാവധിക്കുള്ളിൽ തന്നെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ശക്തനായ, ഏറ്റവും കൂടുതൽ ജനസമ്മതിയും ലോക പിന്തുണയുമുള്ള ഭരണാധികാരിയായി മാറുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അത്യപൂർവമായ മുന്നോട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നയിക്കപ്പെടുന്ന ഭാരതം കാർഷിക, വ്യാവസായിക, പ്രതിരോധ, ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ ലോകശക്തികളിലെ ഏറ്റവും വലിയ ഊർജസ്രോതസ്സും കേന്ദ്രവുമായി മാറി ലോകത്തെ തന്നെ ഭരിക്കുന്നതാണ് എന്നും ഈ ഗ്രഹനില കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജനനവർഷം, തീയതി, മാസം, നക്ഷത്രം എന്നിവയുടെ വിശദാംശങ്ങൾ കൊണ്ടും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായുള്ള ആദ്യത്തെ സത്യപ്രതിജ്ഞാ സമയത്തെ ഗ്രഹനില, ലക്ഷണങ്ങൾ, നിമിത്തങ്ങൾ എന്നിവ കൊണ്ടും മനസ്സിലാവുന്നു. 2026 ജനുവരി 26 തന്നെ അദ്ദേഹം ഭാരതീയർക്ക് മാത്രമല്ല ഈ ലോകത്തിലെ എല്ലാവർക്കും ഉപയുക്തതയും നന്മയും ലഭിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുന്നതായും അദ്ദേഹത്തിൻ്റെ പേര് എല്ലാ ലോകരാജ്യങ്ങളുടെയും ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നുകൂടി നാം പ്രവചിക്കുകയാണ്. ഇന്ത്യയുടെ സൈനിക തന്ത്രപരമായ ശക്തിയുടെ ഒരു പ്രധാന പ്രകടനമായിരുന്നു പ്രധാനമന്ത്രിയുടെ നേതൃത്വ പാടവത്താൽ നടന്ന സംയുക്ത സൈനിക ഓപ്പറേഷനായ ഓപ്പറേഷൻ സിന്ദൂർ. സൈനികേതര മാർഗങ്ങളുടെ സംയോജനത്തിലൂടെ അദ്ദേഹം ഇത് നടപ്പിലാക്കി. ഈ ബഹുമുഖ ഓപ്പറേഷൻ ഭാരതത്തിനെതിരെയുള്ള തീവ്രവാദ ഭീഷണികളെ ഫലപ്രദമായി നിർവീര്യമാക്കി. പാകിസ്ഥാൻ ആക്രമണത്തെ തടഞ്ഞു. തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ സഹിഷ്ണുതയില്ലാത്ത നയം ശക്തമായി നടപ്പിലാക്കി. കൂടാതെ അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിനിടയിലും ഈ ഓപ്പറേഷൻ തന്ത്രപരമായ സംയമനം പാലിച്ചതായി കാണാം. കൂടാതെ ഈ ഡിജിറ്റൽ യുഗത്തിൽ യുദ്ധം എന്നത് പരമ്പരാഗത യുദ്ധക്കളങ്ങളെ മറികടക്കുന്നു എന്ന് ലോകത്തെ മനസ്സിലാക്കി തരികയും സൈനിക പ്രവർത്തനങ്ങൾക്കൊപ്പം ഓൺലൈനിൽ ഒരു കടുത്ത വിവരയുദ്ധവും നടക്കേണ്ടതുണ്ട് എന്നതിനാൽ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതിന് ശേഷം പാകിസ്ഥാൻ ആരംഭിച്ച നുണകളും തെറ്റായ വിവരങ്ങളും നിറഞ്ഞ ഒരു ആക്രമണാത്മക പ്രചാരണത്തിന് എതിരെ ഇന്ത്യ ലക്ഷ്യം വെച്ചു. സത്യത്തെ വളച്ചൊടിക്കുക, ആഗോള പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, തെറ്റായ വിവരങ്ങളുടെ കൊടുങ്കാറ്റിലൂടെ നഷ്ടപ്പെട്ട ആഖ്യാന നില വീണ്ടെടുക്കുക എന്നിവയായിരുന്നു ലക്ഷ്യം. എന്നിരുന്നാലും വസ്തുതകൾ, സുതാര്യത, ശക്തമായ ഡിജിറ്റൽ ജാഗ്രത എന്നിവ ഉപയോഗിച്ച് ഇന്ത്യ തെറ്റായ വിവരങ്ങൾ മുൻകൈയെടുത്ത് ഇല്ലാതാക്കുകയും അതിനെയെല്ലാം നിർവീര്യമാക്കി അതോടൊപ്പം തന്നെ എല്ലാ ഭാരതീയരെയും ഒറ്റക്കെട്ടാക്കി നിർത്തുകയും ചെയ്തു.
വൈകാരികമായി പ്രതികരിക്കുന്നതിനു പകരം വിവരയുദ്ധത്തിന് ഒരു സംയോജിതവും രീതിപരവുമായ സമീപനം സ്വീകരിച്ചു എന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ചടുലതയുള്ള സുദീർഘ വീക്ഷണമുള്ള ഭരണ നേതൃത്വത്തിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. പഹൽഗാം തീവ്രവാദ ആക്രമണ ഫലമായുണ്ടായ നമ്മുടെ ദേശീയ പ്രതിസന്ധിയിൽ കൈക്കൊണ്ട വെറും ദൃഢനിശ്ചയം മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂർ, മറിച്ച് നമ്മുടെ ധീരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി എന്ന രാഷ്ട്ര നേതാവിൻ്റെ ശക്തമായ നയതന്ത്രപ്രധാനവുമായ ഉറച്ച തീരുമാനമായിരുന്നു. അതിലൂടെ അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടത്തിയ തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരായുള്ള പ്രത്യാക്രമണം ഇന്ത്യയുടെ ചരിത്രത്തിലെ എക്കാലവും എടുത്തു പറയത്തക്ക പ്രത്യേകതകളുള്ള ഏറ്റവും ധീരമായ സൈനിക പ്രതികരണങ്ങളിലൊന്നായിരുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച നയതന്ത്ര സന്ദർശനത്തിൽ വിദേശത്തായിരുന്നിട്ടും തന്ത്രപരമായ സംയമനവും ഉറച്ച നടപടിയും സന്തുലിതമാക്കുന്ന ഒരു പ്രതികരണം സംഘടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കമാൻഡോ പരിശീലനം സിദ്ധിച്ച ഒരു പട്ടാളക്കാരൻ്റെ ദ്രുതവേഗത്തിലും ദീർഘകാലത്തെ അനുഭവ പരിജ്ഞാനമുള്ള ഒരു നയതന്ത്രജ്ഞൻ്റെ ബുദ്ധികൂർമ്മതയോടും കൂടി നേതൃത്വം ഏറ്റെടുത്തു. ക്ഷിപ്രവേഗത്തിൽ പ്രതികരിക്കേണ്ടുന്ന വലിയ സമ്മർദ്ദങ്ങൾക്കിടയിലും അദ്ദേഹം ശ്രദ്ധേയമായ സംയമനം പാലിക്കുകയും സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെക്കുന്നത് മുതൽ സൈനിക നടപടി വരെയുള്ള ഓരോ ഘട്ടവും നന്നായി ആസൂത്രണം ചെയ്ത് കൃത്യമായി സമയബന്ധിതവുമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്തു. തന്ത്രപരമായ ആസൂത്രണവും ലക്ഷ്യബോധവുമുള്ള പ്രതികരണവും ഓപ്പറേഷൻ്റെ ചട്ടക്കൂടിനെ അടിവരയിട്ടു. വൈകാരികമോ പ്രതികാരപരമോ ആയ ഒരു ആക്രമണത്തിലേക്ക് തിടുക്കം കൂട്ടുന്നതിന് പകരം പാകിസ്ഥാനോ അതിൻ്റെ ഭീകര സംഘടനകളോ പ്രതികാരത്തിന് തയ്യാറെടുക്കുന്നത് തടയാൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്ത്രപരമായ പ്രവചനാതീതത സൃഷ്ടിച്ചു. ആക്രമണങ്ങൾ നടത്തുവാൻ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളിൽ സൂക്ഷ്മമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സിവിലിയൻ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കി ഉയർന്ന മൂല്യമുള്ള ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ട് യാതൊരു വിധത്തിലുള്ള പരാജയ സാധ്യതകളും ഇല്ലാത്ത തരത്തിൽ ആസൂത്രണം ചെയ്ത് വളരെ കൃത്യതയോടെ സമയബന്ധിതമായി നടപ്പിലാക്കി വിജയിച്ചു. പാകിസ്ഥാനുമായുള്ള സംഭവ വികാസങ്ങളിലുടനീളം ഭീകരതയ്ക്കെതിരായ കേന്ദ്രീകൃത ലക്ഷ്യം മാറ്റമില്ലാതെ തുടർന്നു. ഉറച്ചതും വ്യക്തവുമായ പ്രതികരണം നൽകുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആഗോള ഭീഷണിയായി വീക്ഷിക്കപ്പെടുന്ന ഭീകരതയ്ക്കെതിരായ അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ശ്രമങ്ങൾ ഇന്ത്യക്ക് വ്യാപകമായ അന്താരാഷ്ട്ര പിന്തുണ നേടാൻ സഹായിച്ചു. ദീർഘദർശിയായ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഭീകരതയെയും അതിൻ്റെ സ്പോൺസർമാരെയും ഒരുപോലെ എതിർക്കുമെന്നുള്ള തത്വത്തിൽ ഇന്ത്യ ഉറച്ചുനിന്നു. പാകിസ്ഥാൻ്റെ ആവർത്തിച്ചുള്ള പ്രകോപനങ്ങൾക്കിടയിലും അളന്നു ചിട്ടപ്പെടുത്തിയതും പ്രവചനാതീതവും എന്നാൽ വളരെ ശക്തവുമായ പ്രതികരണത്തിലൂടെ പാകിസ്ഥാൻ സിവിലിയന്മാർക്ക് ഒരു ദോഷവും വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കി മനുഷ്യനന്മയിലധിഷ്ഠിതമായ ഇന്ത്യയുടെ സൈനിക നടപടികൾ തീവ്രവാദ ക്യാമ്പുകളിലും തീവ്രവാദത്തെ സഹായിക്കുന്ന പ്രത്യേക സൈനിക സൗകര്യങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തി. ഈ ശ്രദ്ധാപൂർവമായ ലക്ഷ്യം ഇന്ത്യയുടെ കഴിവും ഉത്തരവാദിത്വമുള്ള യുദ്ധത്തോടുമുള്ള പ്രതിബദ്ധതയാണ് കാണിച്ചത്. ഇന്ത്യ മറ്റേത് വികസിത ലോകരാജ്യങ്ങളെയും പോലെ തന്നെ സൈനികമായും സാങ്കേതികപരമായും രാജ്യപ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ്. കാലഘട്ടത്തിൻ്റെ അറിവിൻ്റെ വിസ്ഫോടനകരമായ അപ്ഡേറ്റഡായ യുദ്ധസാമഗ്രികളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധതന്ത്രങ്ങളിലും എന്തിന് ഉപഗ്രഹങ്ങളിൽ കൂടിയും മറ്റു ഗ്രഹങ്ങളിൽ നിന്നുപോലും നടന്നേക്കാവുന്ന നക്ഷത്ര യുദ്ധങ്ങൾ പോലും നടത്തുവാനും പ്രതിരോധിക്കുവാനും തക്ക കെൽപ്പുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന പൊതു അറിവ് ലോകരാജ്യങ്ങളെ അറിയിച്ചു.
പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ തീരുമാനം ഭാരതത്തെ സംബന്ധിച്ച ചരിത്രപരമായ ഒരു നീക്കമായിരുന്നു. അത് പാകിസ്ഥാൻ്റെ താൽപ്പര്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യക്കും വളരെയധികം ഗുണം ചെയ്തു. കൂടാതെ ഭാവിയിൽ ഭാരതത്തിനെതിരെ ഉണ്ടാകുന്ന ഏതൊരു ഭീകരാക്രമണത്തെയും യുദ്ധമായി കണക്കാക്കുമെന്ന പുതിയ ദേശീയ സുരക്ഷാ സിദ്ധാന്തം അദ്ദേഹം സ്ഥാപിച്ചു. 2025 മെയ് 11 രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വെറുമൊരു പേരല്ലെന്നും അത് രാജ്യത്തെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ വികാരങ്ങളുടെ പ്രതിഫലനമാണെന്നും നീതിയുടെ അചഞ്ചലമായ പ്രതിജ്ഞയാണെന്നും വ്യക്തമാക്കി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ത്യയെയും ഇവിടുത്തെ ജനങ്ങളെയും സംരക്ഷിക്കുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുവാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. യുദ്ധക്കളത്തിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അതിലെ ഒരു പുതിയ അധ്യായം മാത്രം. ഇന്ത്യക്ക് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് തന്നെ ഉത്തമ മാതൃകയായ ആ മഹത് വ്യക്തിത്വത്തെ ആദരിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ശത്രുക്കൾക്കെതിരായി അണിനിരന്നു പോരാടി ശത്രുക്കളെ നിശ്ശേഷം നശിപ്പിച്ച് ചാമ്പലാക്കിയ ധീരത എന്തെന്ന് ലോകത്തെ മനസ്സിലാക്കി കൊടുത്ത ശക്തരായ സൈന്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മെ എല്ലാവരെയും ഭാരതാംബയെയും കാത്ത് സംരക്ഷിച്ചതിനുള്ള നിസ്സീമമായ നന്ദിയും നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. അഗ്നിഹോത്രികളുടെ നിയോഗ പ്രവചനങ്ങൾ, മനുഷ്യഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാനലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും, കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക: നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.